ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗഫൂർ കാ ദോസ്ത് നമുക്കൊക്കെ ഓർമ്മ വരുന്നത് മാമുക്കോയെയാണ്. ദാസനെയും വിജയനെയും ദുബായ് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് കാലിഫോർണിയക്ക് ചരക്ക് കയറ്റി പോകുന്ന ഒരു അങ്ങ് ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിട്ട് ദാസനെയും വിജയനെയും നടുക്കടലിൽ കൊണ്ടുപോയിട്ട് തള്ളിയിട്ട് അതോ ആ കാണുന്നതാണ് ദുബായ് എന്ന് പറഞ്ഞിട്ട് നീന്തിക്കൊള്ളാൻ പറഞ്ഞ നമ്മുടെ ഗഫൂർക്ക. ദാസനും വിജയനും ചെന്ന് കയറിയത് തമിഴ്നാട്ടിലായിരുന്നു. ഈ ഗഫൂർക്കയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു ഗഫൂർക്കയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വിമാനമിറങ്ങിയ ഗഫൂർക്കയെ നാട്ടുകാർ ശരിക്കും ഞെട്ടിച്ചു. നാടിന്റെ ചങ്കായ ഗഫൂർക്കയെ പൂമാലയും പൂഞ്ചെണ്ടും നൽകി സ്വീകരിച്ച് അവർ ഒരുക്കിയത് ഒരു സർപ്രൈസ് വരവേൽപ്പ് തന്നെയായിരുന്നു. വാടകയ്ക്കെടുത്ത KSRTC ബസ്സിൽ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും അടങ്ങിയ വലിയൊരു സംഘം നിൽപ്പുണ്ടായിരുന്നു. അവർ ആർപ്പുവിളിയോടെ അദ്ദേഹത്തെ ബസ്സിൽ കയറ്റിയിരുത്തി. അതിനൊപ്പം മാലപ്പടക്കത്തിന് തിരികൊളുത്തി നാടിന്റെ ആഹ്ലാദം. 65-കാരനായ തെയ്യിൽ ഗഫൂറിനെ മരുതഞ്ചിറയിലെ KKB പൗരസമിതിയും YFCയും ചേർന്നാണ് വരവേൽപ്പൊരുക്കിയത്. സ്വീകരണം ഒരുക്കിയത് അറിഞ്ഞിരുന്നില്ല. ഗഫൂറിനെ നാട് ഇങ്ങനെ നെഞ്ചിലേറ്റാൻ കാരണം എല്ലാവരെയും സഹായിക്കുന്ന ആ വലിയ മനസ്സു തന്നെ. ജന്മനാടായ മരുതഞ്ചിറയിൽ നിന്നും ഗൾഫിലെത്തിയവരിൽ ഭൂരിപക്ഷവും ഗഫൂറിന്റെ സഹായത്താൽ എത്തിയവരാണ്. ജോലി ആവശ്യാർത്ഥം തന്നെ സമീപിച്ചവരെല്ലാം ഒരു പ്രതിഫലവും വാങ്ങാതെ ഗൾഫിലേക്ക് കൊണ്ടുപോയ ഗഫൂർക്കയെ അവർ എങ്ങനെ മറക്കും? ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. തെയ്യിൽ ഗഫൂർ മറുപടി പ്രസംഗവും നടത്തി. മാസങ്ങളോളം ഇതിന്റെ പിറകിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സമയത്ത് നിങ്ങളൊക്കെ സ്നേഹം കടപ്പാട് അറിയിക്കുന്നു. നമ്മളിപ്പോ ഈ വീഡിയോയിൽ കണ്ടത് ഏതെങ്കിലും ഒരു കല്യാണത്തിന്റെ മേളോ അല്ലെങ്കിൽ ഒരു ഉത്സവോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു സിനിമാ താരത്തിനുള്ള സ്വീകരണോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനുള്ള സ്വീകരണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്കുള്ള സ്വീകരണോ ഒന്നുമല്ല. 51 വർഷം പ്രവാസിയായിരുന്ന ഒരു മനുഷ്യൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ആ നാട് അദ്ദേഹത്തിനെ സ്വീകരിച്ച മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ആ വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തിയാണ് ഗഫൂർക്ക. ഈ ഗഫൂർക്ക 51 വർഷം പ്രവാസിയായിരുന്നു. 1974 അദ്ദേഹത്തിന്റെ 13ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഉപ്പയാണ് അദ്ദേഹത്തിനെ വിദേശത്തേക്ക് കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ പേര് ഖാദർ ഹാജി എന്നായിരുന്നു. അവരുടെ ഉമ്മ ബിരിയുമ്മ. ഇവരുടെ രണ്ടുപേരുടെയും മൂത്ത മകനായിരുന്നു. 5 മക്കളിൽ മൂത്ത ആളായിരുന്നു ഈ ഗഫൂർക്ക. ഗഫൂർക്ക 13 വയസ്സിൽ അവിടെ പോയി. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ ഫാദർ അവിടെ പോയിട്ടുള്ള ആളാണ്. അപ്പൊ നമുക്ക് ആലോചിക്കാം, എത്രയോ വർഷത്തെ പ്രവാസത്തിന്റെ ഒരു ഹിസ്റ്ററിയാണ് അവരുടെ കുടുംബത്തിലുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന പോലെ ഗൾഫ് പോവാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഇവിടുന്ന് കരിപ്പൂർ എയർപോർട്ടിലോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോ ട്രിവാൻഡ്രം എയർപോർട്ടിലോ കയറി ഫ്ലൈറ്റും കയറി നേരെ അങ്ങ് പോകുന്നതല്ല പണ്ടത്തെ ഈ പ്രവാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗൾഫ് പോവാന്ന് പറയുന്നത്. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ ഒരു സിനിമ, നിങ്ങളെ സുകുമാരനൊക്കെ അഭിനയിച്ചൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സത്യത്തിൽ ആ പ്രവാസത്തിന്റെ എല്ലാ ഒരു ബുദ്ധിമുട്ടും നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണത്. ഈ മാമുക്കോയ പറയുന്ന പോലെ തന്നെ ഉരുവിൽ കയറിയിട്ട് കടലിൽ ചാടി നീന്തി ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്ത് ചെന്ന് കയറി അവിടുത്തെ വെയിലും ചൂടിലും അലഞ്ഞു നടന്ന് ആരുടെയൊക്കെയോ കാല് പിടിച്ച് ജോലി നേടി കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ കഥ. അതൊരു യഥാർത്ഥ പ്രവാസിയുടെ, ആ കാലത്തെ പ്രവാസിയുടെ കഥ തന്നെയാണ്. ആ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഗഫൂർക്ക ഈ ഗൾഫിലേക്ക് പോകുന്നത്. അദ്ദേഹം അങ്ങനെ പോയി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു ഗൾഫുകാർ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന കാലത്താണ് അദ്ദേഹം പ്രവാസിയാവുന്നത്. അദ്ദേഹം അവിടെ പോയിട്ട് ആ ഒരു 51 വർഷത്തെ ജീവിതം, അതാണ് ഈ പറയാൻ പോകുന്നത്. ഒരു വടക്കൻ ജില്ലകളിൽ പൊതുവെ ഇപ്പോ മലപ്പുറം, വയനാട്, കണ്ണൂര്, കാസർഗോഡ് അങ്ങനെ തുടങ്ങി ആ ഒരു ഭാഗത്ത് പൊതുവെ, അല്ലെങ്കിൽ അതിൽ തന്നെ എക്സ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരു വ്യക്തി ഗൾഫ് പോവുകയാണെങ്കിൽ, ഒരു കുടുംബത്തിന് ഒരു കുട്ടി പോയാൽ അതോടുകൂടി ആ ഫാമിലി മുഴുവൻ, ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടും എന്നുള്ളതാണ്. ഒരാൾ ഗൾഫിൽ പോകുന്നു, അതിനെ തുടർന്ന് അയാൾ ആ കുടുംബത്തിലുള്ള അനിയന്മാരെയും ഒക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു. നല്ല വീട് വെക്കുന്നു, വീടില്ലെങ്കിൽ നല്ല വീട് വെക്കുന്നു, വീട്ടിലേക്ക് ചെലവിനുള്ള കൃത്യമായ കാശ് അയക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെ മുഴുവൻ വിവാഹം ചെയ്ത് അയക്കുന്നു. ഈ വിവാഹം ചെയ്യുന്ന ആളുകൾക്ക് പലർക്കും ജോലി ഇല്ലെങ്കിൽ അവരെയും ഗൾഫ് കൊണ്ടുപോകുന്നു. പെങ്ങന്മാർക്ക് മക്കളുണ്ടെങ്കിൽ, ആൺമക്കളുണ്ടെങ്കിൽ അവരെ ഗൾഫ് കൊണ്ടുപോകുന്നു. ഈ പെങ്ങന്മാർക്ക് കുറെ പെൺമക്കളുണ്ടെങ്കിൽ അവരെ മുഴുവൻ വിവാഹം കഴിച്ച് ഫുൾ ചെലവും എല്ലാം എടുത്ത് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അതിനിടയിൽ അദ്ദേഹം വിവാഹം കഴിക്കുന്നു, അദ്ദേഹത്തിന് കുടുംബം നോക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി ഒരു വിദേശത്ത് പോകുന്നതോടുകൂടി ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടുന്ന എത്രയോ മാതൃകകൾ ഞാൻ ഈ മലപ്പുറം, കണ്ണൂര്, കോഴിക്കോട് ഒക്കെ
ഒക്കെ പോലുള്ള ജില്ലകളിൽ കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളാവുമ്പോൾ മുതൽ തന്നെ അവരെന്തെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. ചെറിയ കുട്ടികൾ തന്നെ മീൻ കച്ചവടത്തിന് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി, ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ അവർ ഇലക്ട്രീഷ്യൻ വർക്കൊക്കെ പഠിക്കുക, പ്ലംബിംഗ് ജോലികൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് അല്ലെങ്കിൽ പത്രം ഇടാൻ പോവുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികൾ ഇപ്പൊ നമ്മളൊരു കുട്ടിക്കാലത്തെയൊക്കെ ഫോട്ടോ ആയിട്ട് ഈ 4 കാലുമില് ഓലയൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മിഠായി ഒക്കെ വെച്ച് വെക്കുന്ന കുഞ്ഞു കുട്ടികളുടെ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അതൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെയ്യുന്നതേ അല്ല. ആ കുട്ടികൾ ചെറുപ്പം മുതൽ തന്നെ നല്ല അധ്വാനശീലരായിട്ടുള്ള, നന്നായിട്ട് അധ്വാനിക്കാനും സമ്പാദിക്കാനും അറിയുന്ന ഒരു കുട്ടികളായിട്ട് വളർന്നു വരുന്നവരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാണ് അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളുകൾ അവിടുന്നാണ് ഇവർ ഈ ഗൾഫ് എന്ന് പറയുന്ന സ്വപ്നത്തേക്ക് പോകുന്നത്. അപ്പൊ ഈ ഗഫൂർക്ക എന്ന് പറയുന്ന വ്യക്തിയും അങ്ങനെ പോയിട്ടുള്ള ആളാണ്. അപ്പൊ അത്രയും വർഷം മുൻപ്, 51 വർഷം മുൻപ് അദ്ദേഹം ഗൾഫ് പോകുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളെയും ഒരുപാട് വിധത്തിൽ, ഇപ്പൊ ജോലിയില്ലാത്ത ഗൾഫ് സ്വപ്നം കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരെ അദ്ദേഹം ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം കുടുംബത്തിനെ മാത്രമല്ല സംരക്ഷിച്ചത്, ആ നാട്ടിലുള്ള ഓരോ ആളുകളുടെയും ഗൾഫ് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട്, ഈ ഗഫൂർക്കയെ കൊണ്ട് പറ്റുന്ന പോലെ ഗഫൂർക്ക ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുടുംബം ഗഫൂർക്ക കാരണം രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഗഫൂർക്ക ഒരുപാട് പേരെ ഗൾഫ് കൊണ്ടുപോവുകയും ജോലിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ മാത്രമല്ല ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേർക്ക് വേണ്ട സഹായങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും വിധത്തിലുള്ള വിവാഹം അല്ലെങ്കിൽ നാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ സഹായിച്ചിട്ടുള്ള ആളായിരിക്കണം ഗഫൂർക്ക എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു സ്വീകരണം തന്നെ നമുക്കതിന് ഉത്തമ ഉദാഹരണമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഗഫൂർക്ക പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഗൾഫിൽ നിന്ന് നാട്ടിൽ വരാൻ തീരുമാനിച്ചു. അപ്പൊ ഇത്രയും വർഷം ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അവിടുന്ന് ഒരു നല്ല യാത്രയപ്പാണ് കിട്ടിയത്. അങ്ങനെ ഗഫൂർക്ക ഒരു സാധാരണ മനുഷ്യനെ പോലെ നാട്ടിൽ വരുമ്പോൾ കുടുംബം എയർപോർട്ടിൽ കാത്തു നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങുകയാണ്. സത്യത്തിൽ ഗഫൂർക്ക പോകുന്ന വിധത്തിലുള്ള സ്വീകരണമാണ് ഗഫൂർക്കയ്ക്ക് അവിടെ കിട്ടിയത് എന്നുള്ളതാണ്. ഈ നാട് മുഴുവൻ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നു നിൽക്കുകയാണ്. ഇദ്ദേഹം കാടാമ്പുഴ സ്വദേശി, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ സ്വദേശിയാണ്. അപ്പോൾ ഗഫൂർക്കയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ നാട്ടിലുള്ള ജനങ്ങൾ പൊന്നാനി ഡിപ്പോയിൽ പോയിട്ട് ഒരു KSRTC മുഴുവനായിട്ട് അങ്ങ് ബുക്ക് ചെയ്യാണ്. എന്നിട്ട് ആ KSRTC എടുത്തിട്ട് ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ആ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി, ആ ബസ്സിൽ കൊള്ളുന്ന അത്രയും ജനങ്ങൾ ഈ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, പിന്നീട് കാറുകളിലും ഒക്കെ ഉണ്ട്, സ്വീകരിക്കാൻ വേണ്ടി കരിപ്പൂർ എയർപോർട്ടിൽ വരികയാണ്. അങ്ങനെ ഗഫൂർക്ക ഇത് കണ്ട് സത്യത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടാവണം. അത്രയും നല്ലൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത്. ഗഫൂർക്ക വന്നു മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹവും അതിൽ പങ്കാളിയാവുന്നുണ്ട്. അങ്ങനെ അവര് തിരിച്ച് നാട്ടിലേക്ക് പോരാണ്. അതോടുകൂടെ സ്വീകരണം കഴിഞ്ഞു എന്ന് വിചാരിക്കാൻ പറ്റില്ല. പിന്നീട് നാട്ടിൽ നടക്കുന്ന ഈ ബഹളാണ് ഈ വീഡിയോയിലൊക്കെ കാണുന്നത്. ഗഫൂർക്ക വരുന്നു, അവിടെ ഭയങ്കര ബാൻഡ് മേളവും കുറേ പടക്കം പൊട്ടിക്കുന്നു. അങ്ങനെ ഗഫൂർക്കനെ സ്വീകരിക്കുകയാണ്, ഒരു നാട് മുഴുവൻ സ്വീകരിക്കുകയാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം ആ ഗഫൂർക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ നാടിന് എത്രമാത്രം ഉപകാരിയായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും. അതുകൊണ്ടാണല്ലോ ആ നാട് മുഴുവൻ അത്രയും സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിനെ സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മൾ ഒരുപാട് ഗൾഫുകാരൊക്കെ അവിടെ കഷ്ടപ്പെട്ടിട്ട്, അവരവിടെ ഗൾഫിൽ അങ്ങനെ ഈസി ആയിട്ട് സമ്പാദിച്ച ആളുകളൊന്നും ആയിരിക്കില്ല. ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളായിരിക്കും. അവിടെ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ ആദ്യ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നിർമ്മാണ മേഖലയില്, ഈന്തപ്പന്റെ തോട്ടത്തില്, അതേപോലെ ഖനന മേഖലയില്, എണ്ണയൊക്കെ ഖനന മേഖലയില്, അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ള ജോലികളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. ഇന്നത്തെ പോലെ ഈ AC-യിൽ ഇരുന്നിട്ടുള്ള ജോലി ഒന്നുമല്ല. ഗൾഫിലെ ചൂടും ഒക്കെ നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് വരുന്ന പ്രവാസികൾ നാട്ടിൽ വന്നിട്ട് ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ മലയാളികൾ നോക്കിയിട്ട് പരിഹാസത്തോടു കൂടെ അറബീനെ പറ്റിച്ചു കൊണ്ടുവന്ന കാശാന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അവരെ അങ്ങനെയൊന്നും പരിഹസിക്കേണ്ട ആളുകളല്ല. അവരവരുടെ ഒരു ജീവിതം മുഴുവൻ സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പൊതുവെ ഇവിടെ ജോലിയുള്ള ആളുകൾ ആർക്കും വേണ്ടിയിട്ട് 10 പൈസേന്റെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നവരായിരിക്കില്ല. പക്ഷെ ഗൾഫുകാരൻ വരിക എന്ന് പറഞ്ഞാൽ പെട്ടി നിറച്ച സാധനമായിട്ട് സോപ്പും പൗഡറും സ്പ്രേയും ടൈഗർ ബാമും ഒക്കെ ആയിട്ട് വരുന്ന നമ്മള് ഈസി ആയിട്ട് കാണുന്നു. ഗൾഫുകാരൻ വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരണം ഇങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ഭാവത്തില്. പക്ഷെ അവരവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാശ് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ആളുകളെ ഹെൽപ്പ് ചെയ്യും, അവർക്ക് കൊടുക്കും, അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ വളരെ വിഷമിച്ച് ജീവിച്ചിട്ടുള്ള ഒരു ജനതയാണ് ഈ പ്രവാസികൾ എന്ന് പറയുന്നത്. അവർ അത്രയും കാലം ഗൾഫിലൊക്കെ പോകുന്ന ആദ്യകാലത്തൊക്കെ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ 17 18 വയസ്സാകുമ്പോൾ, ഇപ്പൊ ഗഫൂർക്കന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ 13 വയസ്സിലാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന പല കുട്ടികളും പിന്നെ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ, ഈ കരിപ്പൂർ എയർപോർട്ടിലൊക്കെ പണ്ട് സ്ഥിരം കാണുന്ന കാഴ്ചയായിരുന്നു. 10 വർഷമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടികളെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് അവരെ നാട് മുഴുവൻ മിസ് ചെയ്ത്
അവരെ പ്രിയപ്പെട്ടവരെ മുഴുവൻ മിസ് ചെയ്ത് അവിടെ കിടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാവുന്ന കാശാണത്. അപ്പോൾ ഈ ഗഫൂർക്കൊക്കെ അത് നാട്ടിൽ വന്നിട്ട് നാട്ടിലുള്ള ആളുകൾക്ക് പോലും ഉപകാരപ്പെടുന്ന വിധത്തിൽ ചെലവഴിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു നന്മയ്ക്ക് കിട്ടിയ സ്വീകരണമായിരുന്നു അവിടെ കണ്ടത്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, അത് കടലാസിന്റെ വില പോലും ഇല്ലാതെ നമ്മളെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു വിവാഹം നടത്തുന്നു, നമ്മളുടെ മകളെ വിവാഹം നടത്തുന്നു, അപ്പോൾ നമ്മൾ കുറേ സ്വർണം 100-200 പവൻ സ്വർണം കൊടുക്കുന്നു, അല്ലെങ്കിൽ കാറ് കൊടുക്കുന്നു. അതുകൊണ്ട് ആ ഒരു കുട്ടിക്ക് മാത്രമേ ആ ജീവിതവും സന്തോഷവും ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ 1 പവൻ പോലും എടുക്കാതെ വിവാഹം എന്ന് പറഞ്ഞൊരു സ്വപ്നം പോലും നടക്കാതെ ജീവിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. അങ്ങനത്തെ ആളുകളുടെയൊക്കെ ഒരു 10-20 കുട്ടികളുടെയൊക്കെ വിവാഹം നടത്തുക, ഇതൊക്കെ പ്രവാസി സംഘടനകളോ പ്രവാസികളോ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്, നല്ല മനസ്സോടുകൂടെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അവർക്കും കാശ് വെറുതെ കിട്ടുന്നത്, നമ്മൾ വിചാരിക്കും ഗൾഫുകാരെ കാശ്, അങ്ങനെയല്ല, അവരും അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് കിട്ടുന്ന ചെറിയ തുകയിൽ നിന്നും കൂടെയുള്ള സഹജീവികളും സന്തോഷത്തോടെ ജീവിക്കണം എന്ന് കരുതി ചെലവഴിക്കുന്ന കാശാണത് എന്നുള്ളതാണ്. ഈ ഗഫൂർക്ക, നമുക്ക് ആ ഒരു ഉദാഹരണം ഗഫൂർക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിനെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ മനുഷ്യനെ ആ നാട് അങ്ങനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും നന്മ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി, എല്ലാ ആളുകളും കുടുംബത്തിന് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, കുടുംബക്കാരെല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ എല്ലാ നാട്ടുകാരും രക്ഷപ്പെടട്ടെ എന്ന് കരുതി അദ്ദേഹം ആ ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പൊ 50 വർഷം മുൻപ് ഗൾഫിൽ പോയ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നേരിട്ട് അറിയുന്ന ഒരു തലമുറ പോലും ആയിരിക്കില്ല ഇപ്പൊ ഉള്ളവരെന്ന് പറഞ്ഞാൽ. എന്നാലും അത്രയും വർഷം അയാൾ ചെയ്തു വെച്ചിട്ടുള്ളൊരു നന്മയാണ് നമ്മൾ ആ സ്വീകരണത്തിൽ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു വിഷ്വല് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരോടും പറയണം തോന്നി. കാണാത്ത ആളുകൾക്ക് ഇതൊരു മാതൃകയാണ്. നമ്മളെന്ന് പറഞ്ഞാലും നമ്മളെ കയ്യിൽ കാശുണ്ടാവുന്നു, നമ്മളത് കുറേ നമ്മളുടെ സന്തോഷത്തിന് ചെലവഴിക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട യാത്ര പോകുന്നു, നമ്മൾ വേറെ ആർക്കും വേണ്ടി ഒരു ഉപകാരം ചെയ്യാതെ അത് സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് അതിന് സത്യത്തിൽ ഒരു കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ. കാശ് സൂക്ഷിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. പണം എന്ന് പറയുന്നത് വരാനും പോവാനും ഒക്കെ ഒരു സമയമുണ്ട്. നമ്മളത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ള, പണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളെ കയ്യിലൂടെ ഓർന്നു പോകുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ അത് മറ്റുള്ളവർക്കും കൂടെ ഇത്തിരിയെങ്കിലും നമ്മളുടെ അധ്വാനം മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്ത ഒരു വ്യക്തിയെ ഇത്രയും സ്നേഹം കൊടുത്ത് തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. ഗഫൂർക്ക പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് വർഷം മുന്നേ ഇന്ത്യയിൽ നിന്ന് പോയ ആളാണ്, എനിക്ക് ഇന്ത്യ നന്നായിട്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ അനിയനെയും കൂട്ടി പോയിട്ട് ഞാൻ ഈ യാത്രകളൊക്കെ കുറേ നടത്തും, എനിക്ക് ഇന്ത്യ മുഴുവൻ കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇവിടെ ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. ഇനിയുള്ളൊരു ലൈഫ്, അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അദ്ദേഹം ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇത്രയും കാലം ദൂരെ ഒരു നാട്ടിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും വിട്ടിട്ട് ജീവിച്ച ഒരാള് നാട്ടിൽ വന്നിട്ട് എല്ലാ ആളുകളുടെയും കൂടെ സ്നേഹം അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പോവുകയാണ്. ആ ലൈഫ് ഏറ്റവും സന്തോഷവും മനോഹരവുമായിട്ട് തീരട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് എല്ലാ നന്മയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്ന ഓരോ മലയാളിയും ഓരോ മനുഷ്യനും മനസ്സിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ആ മനുഷ്യന് നല്ലത് വരട്ടെ. അല്ലാതെ നമ്മൾ ഒരു മോശം മനുഷ്യനാണെങ്കിൽ ഇത്രയും നല്ലൊരു സ്വീകരണം അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു നന്മ, അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ, ഇപ്പൊ അദ്ദേഹം വലിയ വലിയ സംഭാവനകൾ നൽകി അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ അങ്ങനെ ആയിരിക്കില്ല അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്, അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ചെറിയ പങ്ക് അത് വേറൊരാൾക്ക് കൊടുക്കാനുള്ള മനസ്സെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ പലരും ചെയ്യുന്നതല്ല അത്. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ശേഷം പലരെയും കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയല്ലാതെ ഇപ്പൊ ഇദ്ദേഹം ഇത്രയും കാലം ഈ നന്മ ചെയ്യുമ്പോഴും നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ സ്വീകരണം കിട്ടി, ഇങ്ങനെ ഫേമസ് ആവാം എന്നൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല. അദ്ദേഹം അത് അറിഞ്ഞിട്ട് പോലും പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല ഇങ്ങനെ ഒരു സ്വീകരണം അദ്ദേഹത്തിന് കിട്ടുന്നുള്ള കാര്യം. അപ്പോൾ അതാണ് ആ ഒരു സന്തോഷം. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മ ഉണ്ടല്ലോ, അതിനൊരു ഫലം ഏത് കാലത്തും. ഇപ്പൊ നമ്മൾ ഒരുപാട് കാലം ജീവിച്ചു, ഒരുപാട് കാശുണ്ടാക്കി, മറ്റുള്ള മനസ്സിൽ നമ്മളുടെ ഒരു ഓർമ്മ പോലും അവശേഷിപ്പിക്കാതെ മരിച്ചു പോകുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തിയെ നമ്മൾ എപ്പോഴും ഓർക്കുന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു സഹായം കിട്ടിയിട്ടുള്ള ഏതൊരു മനുഷ്യനും അദ്ദേഹത്തിനെ ഓർക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു നല്ല മാതൃകയാണ് ഈ ഗഫൂർക്ക എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു വിഷ്വൽ കണ്ടപ്പോൾ എല്ലാവരോടും ഇത് കാണിക്കണം, അല്ലെങ്കിൽ കാണാത്തവരാരെങ്കിലും ഒരാളെങ്കിലും കാണുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്നുള്ളതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി.